വർഷം 2022 ഫെബ്രുവരി 5-ാം തീയതി ആഗ്ര, ഉത്തർപ്രദേശ്. ആഗ്ര ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഹസുപുര. ഇതേ ഗ്രാമത്തിൽ ഒരു ചെറിയ പലചരക്ക് കട നടത്തി വന്ന വ്യക്തിയാണ് ഗബ്ബർ സിംഗ്. അന്നേ ദിവസവും, അതായത് ഫെബ്രുവരി 5-ാം തീയതി രാത്രിയും അദ്ദേഹം ഉറങ്ങാനായി കിടന്നു. എന്നാൽ ഗബ്ബർ സിംഗിന് അല്പം പോലും ഉറക്കം വന്നില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെയിരുന്ന അദ്ദേഹം പുലർച്ചെ രാവിലെ തന്റെ വീടിന്റെ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇങ്ങനെ പുറത്തേക്കിറങ്ങിയ ഗബ്ബർ സിംഗ് വീടിന് മുൻപിൽ ഒരു പേപ്പർ ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നു. ഈ പേപ്പർ കയ്യിലെടുത്ത ഗബ്ബർ സിംഗ് അത് തുറന്ന് നേരെയാക്കി അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു. നിനക്ക് നിന്റെ മകനെ ജീവനോടെ വേണമെങ്കിൽ ഉടനെ 35 ലക്ഷം രൂപ പണം ഗ്രാമത്തിന് വെളിയിലുള്ള പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു വലിയ വേപ്പുമരമുണ്ട്, അതിന്റെ ചുവട്ടിൽ വെച്ചിട്ട് പോണം. നിന്റെ മകൻ ജീവനോടെ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതനായി നിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് വായിച്ച ഗബ്ബർ സിംഗിന് ഈ കാര്യം അയാളെ ഞെട്ടിച്ചുവെങ്കിലും അല്പം ആശ്വാസത്തോടെ അയാൾ തന്റെ വീട്ടുമുറ്റത്ത് ആ പേപ്പറുമായി നിന്നു. സ്വന്തം മകനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തതായി ഒരു പേപ്പർ വന്നിരിക്കുന്നു. ഇതല്ലാതെ 35 ലക്ഷം രൂപ നൽകിയാലേ കുഞ്ഞ് സുരക്ഷിതനായി വീട്ടിലെത്തൂ എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യമറിഞ്ഞ ഒരു പിതാവിന് എങ്ങനെയാണ് ആശ്വാസത്തോടെ ഇരിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഇതിന് കാരണം ഗബ്ബർ സിംഗിന്റെ 9 വയസ്സുള്ള മകൻ കുൽദീപ് സിംഗ് കാണാതായി 12 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം മകൻ ജീവനോടെ ഉണ്ടോ, അവൻ എവിടെ പോയി, അവന് എന്താണ് സംഭവിച്ചത് എന്ന് ഉറക്കം പോലും ഇല്ലാതിരുന്ന പിതാവിന്റെ കയ്യിലേക്കാണ് ഇപ്പോൾ ആ പേപ്പർ വന്നിരിക്കുന്നത്. ഇതിനാലാണ് അയാൾ അല്പം ആശ്വാസത്തോടെ നിന്നത്. കാരണം സ്വന്തം മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. ആക്ച്വലി ഈ കേസിൽ എന്താണ് സംഭവിച്ചത്? ഗബ്ബർ സിംഗിന് സ്വന്തം മകനെ ജീവനോടെ കിട്ടിയോ? ആരാണ് ഈ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തത്? കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തവരുടെ മോട്ടീവ് പണം മാത്രമാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ഉത്തരങ്ങൾ ഒളിഞ്ഞുകിടന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. ഹസുപുര ഗ്രാമത്തിൽ ഒരു ചെറിയ പലചരക്ക് കട നടത്തി തന്റെ ഭാര്യയോടും 9 വയസ്സുള്ള മകനോടുമൊപ്പം സന്തോഷത്തോടെ താമസിച്ചു വരികയായിരുന്നു ഗബ്ബർ സിംഗ്. എന്നാൽ 2022 ജനുവരി 23-ാം തീയതി ആ കുടുംബത്തിന്റെ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കുന്ന ആ സംഭവം നടക്കുന്നു. അന്ന് ഞായറാഴ്ച ആയിരുന്നതിനാൽ ഗബ്ബർ സിംഗിന്റെ 9 വയസ്സുള്ള മകനായ കുൽദീപ് സിംഗ് തന്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാനായി പുറത്തേക്ക് പോയി. സാധാരണ ഇങ്ങനെ കളിക്കാനായി പോകുന്ന കുഞ്ഞ് 6 മണിക്കൊക്കെ തിരിച്ചു വീട്ടിലേക്ക് എത്താറുണ്ട്. എന്നാൽ അന്നേ ദിവസം 6 മണിയായിട്ടും കുൽദീപ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ഇങ്ങനെ പാനിക്കായ കുൽദീപിന്റെ അമ്മ ഭർത്താവായ ഗബ്ബർ സിംഗിന് ഫോൺ ചെയ്ത് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹം കടയടച്ച് എല്ലാ സ്ഥലങ്ങളിലും കുഞ്ഞിനെ അന്വേഷിക്കാനായി ഇറങ്ങി. അതൊരു ചെറിയ ഗ്രാമം ആയിരുന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കാണുന്നില്ല എന്ന വാർത്ത ഗ്രാമം മുഴുവൻ പടർന്നു. സോ ആ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ആ ഗ്രാമം മുഴുവൻ കുഞ്ഞിനെ അന്വേഷിക്കാനായി തുടങ്ങി. ഇങ്ങനെ രാത്രിയായിട്ടും കുഞ്ഞിനെ അവർക്ക് കണ്ടെത്താനായി സാധിക്കും. സോ അടുത്ത ദിവസം രാവിലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഗബ്ബർ സിംഗ് മകനെ കാണുന്നില്ല എന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. കംപ്ലൈന്റ് സ്വീകരിച്ച് ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ പോലീസിന് വലിയ ലീഡൊന്നും കിട്ടിയില്ല. സോ ഈ കേസ് ഡെവലപ്മെന്റ് ഒന്നുമില്ലാതെ സ്റ്റക്കായി നിന്നു. ഇതുമാത്രമല്ല, ആ സമയത്ത് UP-യിൽ ഇലക്ഷൻ ടൈം ആയിരുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ബിസി ആയിരുന്നു. അതുകൊണ്ട് പോലീസിന് ഈ കേസിൽ വലിയ രീതിയിലുള്ള കോൺസെൻട്രേഷനും ചെയ്യാനായി കഴിഞ്ഞില്ല. ഇങ്ങനെ കുഞ്ഞ് കാണാതായി ഒരാഴ്ച കഴിയുന്നു. കുഞ്ഞ് ജീവനോടെ ഉണ്ടോ അതോ ഇല്ലയോ എന്നറിയാതെ ആ കുടുംബം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി. സോ ഇനിയും പോലീസിനെ വിശ്വസിച്ചിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയ ഗബ്ബർ സിംഗ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് മകനെ അന്വേഷിക്കാനായി തുടങ്ങുന്നു. ആ ഗ്രാമത്തിലും അടുത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലും പോയി കുൽദീപ് മിസ്സിംഗ് എന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ മകനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്നവർക്ക് 5 ലക്ഷം രൂപ റിവാർഡെന്നും പോസ്റ്ററിൽ എഴുതുന്നു. എന്നാൽ ഇതിനുശേഷവും കുൽദീപിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ഇനി എന്തു ചെയ്യും എന്നറിയാതെ അദ്ദേഹം കൺഫ്യൂസായി ഇരുന്ന ആ സമയത്താണ് ഫെബ്രുവരി 5-ാം തീയതി മുൻപ് കണ്ടതുപോലെ 35 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുള്ള ആ പേപ്പർ വരുന്നത്. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്ത ഗബ്ബർ സിംഗ് ഈ കാര്യം മുഴുവനായും പറയുന്നു. ഇതിനോടൊപ്പം ലെറ്ററിൽ മെൻഷൻ ചെയ്തിരുന്ന ആ പർട്ടിക്കുലർ സ്ഥലത്ത് പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷേ ആ വേപ്പുമരത്തിന് ചുറ്റും ഒരു വീടുകളോ മനുഷ്യരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഇതിനുശേഷം തൻ്റെ വീട്ടിൽ തിരിച്ചെത്തി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അയാൾ ആലോചിക്കുന്നു. അപ്പോൾ ഗബ്ബാർ സിംഗിനോട് അവർ പറയുന്ന 35 ലക്ഷം രൂപ കൊടുത്ത് എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ രക്ഷിച്ചുകൂടാ എന്ന് അവരിൽ ഒരാൾ ചോദിക്കുന്നു. ഇതിന് ഗബ്ബാർ സിംഗ്, എൻ്റെ കയ്യിൽ ഇത്രയും പണമില്ല. ഓക്കെ, ഇൻ കേസ് ഞാൻ ഇത്രയും പണം അറേഞ്ച് ചെയ്താൽ തന്നെ ഈ ലെറ്റർ അയച്ച ആൾ തന്നെയാണ് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് എന്നതിന് എന്തുറപ്പാണുള്ളത്? പണം തന്നെയാണ് കിഡ്നാപ്പറുടെ മോട്ടീവെങ്കിൽ അയാൾ കിഡ്നാപ്പ് ചെയ്ത ഉടനെ തന്നെ പണം ആവശ്യപ്പെടാതെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്തിനാണ് ഇപ്പോൾ പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചില ലോജിക്കായ ചോദ്യങ്ങൾ ഗബ്ബാർ സിംഗ് ചോദിക്കുന്നു. ഇതിന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, നീ പറയുന്നത് കറക്റ്റാണ്, നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട, പോലീസിൽ ഈ കാര്യം പറയാം, അതിനുശേഷം അവർ എന്താണ് പറയുന്നത് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോലീസിനോട് ഇവർ ഈ ലെറ്ററിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പേപ്പർ ഇട്ടയാൾ വീണ്ടും വീട്ടിൽ വന്ന് മറ്റൊരു ലെറ്റർ ഇട്ടാലോ എന്ന് സംശയിച്ച ഗബ്ബാർ സിംഗും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും രാത്രിയും പകലുമായി ഗബ്ബാർ സിംഗിനെ വീടിന് ചുറ്റും നിരീക്ഷിക്കാനായി തുടങ്ങി. എന്നാൽ ഇങ്ങനെയുള്ള നിരീക്ഷണത്തിന് ശേഷവും ഫെബ്രുവരി 9 ഇതേപോലെ ഗബ്ബാർ സിംഗിന്റെ വരാന്തയിൽ ചുരുട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കിടക്കുന്നത് കണ്ട് അവർ ഷോക്കാകുന്നു. ഇത്തവണ ആ ലെറ്ററിനോടൊപ്പം ഒരു എൻവലപ്പ് കൂടി ഉണ്ടായിരുന്നു. ഇത് കണ്ട ഗബ്ബാർ സിംഗിന് ഇത്രയും പേർ ഈ വീടിന് ചുറ്റും ഉണ്ടായിട്ടും ആര് എങ്ങനെ ഇത് വീടിന് മുൻപിൽ ഇട്ടു എന്ന് ആലോചിച്ച് അയാൾ ഷോക്കായി. ഇത്തവണ ലെറ്ററിൽ എഴുതിയിരുന്നത്, ഞങ്ങൾക്കറിയാം നിന്റെ കയ്യിൽ 35 ലക്ഷം രൂപ ഇല്ലെന്ന്. നിന്നെ കൊണ്ട് ഇത്രയും പണം അറേഞ്ച് ചെയ്യാൻ കഴിയില്ല എങ്കിൽ നീ ഒരു 25 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് മുൻപ് പറഞ്ഞ പോലെ ആ വേപ്പ് മരത്തിന് ചുവട്ടിൽ വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. നീ വീട്ടിൽ എത്തുന്നതിന് മുൻപ് നിന്റെ മകൻ വീട്ടിലുണ്ടാകും. പിന്നെ നിനക്ക് നിന്റെ മകൻ ഞങ്ങളുടെ കൂടെ തന്നെയാണോ ഉള്ളത് എന്ന് സംശയമുണ്ടല്ലേ? നിന്റെ മകൻ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ ഒരു പ്രൂഫ് ഈ ലെറ്ററിനോടൊപ്പം അയച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഗബ്ബാർ സിംഗ് എൻവലപ്പ് തുറന്നു നോക്കി. അതിൽ കുൽദീപ് കളിക്കാനായി പുറത്തേക്ക് പോയപ്പോൾ ഇട്ടിരുന്ന ക്യാപ്പ് ഉണ്ടായിരുന്നു. ഇത് കണ്ട ഗബ്ബാർ സിംഗിന് എന്താണ് നടക്കുന്നത് എന്നറിയാതെ അയാൾ മൊത്തത്തിൽ ബ്ലാങ്കായി. ഒരു വശത്ത് തൻ്റെ മകന് വേണ്ടി 25 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാം എന്ന് തോന്നിയെങ്കിലും അയാൾക്ക് ഇതിൽ എന്തോ ഒന്ന് ശരിയല്ല എന്ന് തോന്നുന്നു. ബിക്കോസ് തൻ്റെ സുഹൃത്തുക്കൾക്കും തൻ്റെ നൈബേഴ്സിനും മാത്രമാണ് തൻ്റെ കയ്യിൽ ഇത്രയും പണം ഇല്ല എന്നും കുൽദീപ് ലെറ്റർ എഴുതിയിരുന്നവരുടെ കയ്യിൽ തന്നെ ആണോ എന്നുള്ള അയാളുടെ സംശയവും ഷെയർ ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ കിഡ്നാപ്പർക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലായി എന്ന് ആലോചിച്ച് അയാൾ മൊത്തത്തിൽ കൺഫ്യൂസായി. ഇപ്പോൾ തൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം സീക്രട്ടായി വിളിച്ച അദ്ദേഹം നടന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുന്നു. എൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്തയാൾ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. സോ ഇനി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം സീക്രട്ടായിരിക്കണം. മറ്റൊരാൾ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം ഈ ലെറ്ററിനെ കുറിച്ചും പോലീസിൽ ഇൻഫോം ചെയ്ത ശേഷം തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കുൽദീപിനെ അന്വേഷിക്കുന്നത് അദ്ദേഹം തുടർന്നു. എന്നാൽ ഫെബ്രുവരി 11 വീണ്ടും മറ്റൊരു ലെറ്റർ ആ വരാന്തയിൽ വന്നു വീഴുന്നു. നിനക്ക് ഞങ്ങൾ ഒരുപാട് സമയം തന്നു, ഇനി പണം കുറയ്ക്കാൻ കഴിയില്ല. സോ നിനക്ക് നിന്റെ മകനെ ജീവനോടെ വേണമെങ്കിൽ 25 ലക്ഷം രൂപ കൊണ്ടുപോവാ. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വാണിംഗ്. ഇതായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. ആരായിരിക്കാം തൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്തത് എന്ന് പല ആംഗിളിലും അയാൾ ചിന്തിക്കാനായി തുടങ്ങി. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഗബ്ബാർ സിംഗിന് തൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയുടെ പേർ തെളിഞ്ഞു വന്നു. ആ വ്യക്തി 2 വർഷങ്ങൾക്ക് മുൻപ് ഗബ്ബാർ സിംഗിന്റെ കടയിൽ ജോലി ചെയ്തു വന്ന അഷു എന്ന ആളായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. സോ തന്നോട് പ്രതികാരം ചെയ്യാനായി അവൻ തൻ്റെ മകനെ തട്ടിക്കൊണ്ടു പോയതാണോ എന്ന സംശയം തോന്നിയ ഗബ്ബാർ സിംഗ് ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി അഷുവിനെ കുറിച്ച് പറയുന്നു. പോലീസും അഷുവിനെ കസ്റ്റഡിയിലെടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി തുടങ്ങുന്നു. തുടക്കത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അഷു പോലീസ് അവരുടെ സ്റ്റൈലിൽ ചോദ്യം ചെയ്തപ്പോൾ മുകേഷ്, കൻഹയ്യ എന്നീ 2 പേരുടെ പേര് കൂടി പറയുന്നു. ഈ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത പോലീസ് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഓരോ സത്യങ്ങളും പുറത്തേക്ക് വന്നു. ഇങ്ങനെ അവർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഗബ്ബാർ സിംഗിന്റെ പലചരക്ക് കടയിൽ 2 വർഷങ്ങൾക്ക് മുൻപ് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അഷു. ഒരു ദിവസം ഗബ്ബാർ സിംഗ് കടയിലില്ലാത്ത സമയത്ത് കടയിൽ നിന്നും പണമെടുത്ത അഷുവിനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതിനു ശേഷം ഈ കാര്യം ഗബ്ബാർ സിംഗ് ഗ്രാമം മുഴുവൻ പറഞ്ഞ് അഷുവിനെ എല്ലാവരുടെയും മുൻപിൽ അപമാനിച്ചു. സോ കുറച്ചുനാൾ നാട്ടിൽ നിന്നും മാറി നിൽക്കാം എന്ന് ചിന്തിച്ച അഷു തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാം സോൾവായി എന്ന് ചിന്തിച്ച അഷു നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയ അയാളെ കാത്തിരുന്നത് അപമാനങ്ങൾ മാത്രമാണ്. ബിക്കോസ് അവിടെയുള്ള ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും അഷുവിനെ കള്ളൻ എന്ന് വിളിച്ച് കളിയാക്കാനായി തുടങ്ങി.
തനിക്ക് നേരിടുന്ന ഈ അപമാനങ്ങൾക്ക് കാരണം ഗബ്ബാർ സിംഗ് ആണെന്ന് ചിന്തിച്ച അശു അയാളോട് പ്രതികാരം ചെയ്യാനായി കാത്തിരുന്നു. ഈ സമയത്ത് അശുവിന് ഇൻട്രഡ്യൂസ് ആയവരാണ് മുകേഷും കൻഹയും. ഗബ്ബർ സിംഗിന്റെ ഒരകന്ന ബന്ധുവാണ് മുകേഷ്. മുകേഷിനും ഗബ്ബർ സിംഗിനും നടുവിൽ എന്തോ സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ഇതിനാൽ തന്നെ മുകേഷിനും ഗബ്ബർ സിംഗിനോട് പകയുണ്ടായിരുന്നു. ഗബ്ബർ സിംഗിന്റെ നൈബറാണ് കൻഹയ. കൻഹയ്ക്കും ഗബ്ബർ സിംഗിനുമിടയിൽ ഇതേ രീതിയിൽ ചില ഇഷ്യൂസും ഉണ്ടായിരുന്നു. സോ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഈ 3 പേരും ചേർന്ന് ഗബ്ബർ സിംഗിനോട് പ്രതികാരം ചെയ്യാനായി പ്ലാൻ ചെയ്തു. ഇത് പറഞ്ഞ് പോലീസിനെ അവർ ഗബ്ബർ സിംഗിന്റെ വീടിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ എത്തിയതിനു ശേഷം ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അവർ അവിടെ കുഴിക്കാനായി പറയുന്നു. ഇങ്ങനെ അവിടെ കുഴിച്ചു നോക്കിയ പോലീസ് ഷോക്കാകുന്നു. അവിടെ അവർ കണ്ടത് കുൽദീപ് സിംഗിന്റെ മൃതദേഹമായിരുന്നു. ഇങ്ങനെ തോണ്ടിയെടുക്കപ്പെട്ട കുൽദീപിന്റെ ശരീരം കണ്ടപ്പോൾ കുൽദീപിനെ കൊല ചെയ്ത് 10 മുതൽ 15 ദിവസം വരെ ആയ അവസ്ഥയിലായിരുന്നു. കാരണം ആ കുഞ്ഞു ശരീരം ഓൾറെഡി നല്ല പോലെ അഴുകിയ സ്റ്റേജിലായിരുന്നു. അപ്പോഴാണ് പോലീസിന് അവർ 3 പേരും കുൽദീപിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ തന്നെ, അതായത് 2022 ജനുവരി 23-ാം തീയതി തന്നെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കിയത്. സംഭവം നടന്ന ദിവസം കളിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരുന്ന കുൽദീപിനെ ആരും ഇല്ലാതിരുന്ന സമയം നോക്കി കിഡ്നാപ്പ് ചെയ്ത് ഈ 3 പേരും അടുത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തങ്ങളുടെ പ്രതികാരം ആ കുഞ്ഞ് കഴുത്ത് ഞെരിച്ച് അവർ അവസാനിപ്പിക്കുന്നു. എന്തിനാണ് മരിക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാതെ ആ കുഞ്ഞ് മരണപ്പെടുന്നു. ഇതിനുശേഷം മൃതദേഹം അവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് അതിലിട്ട് മറവ് ചെയ്യുന്നു. എന്നാൽ ഗബ്ബർ സിംഗിൽ നിന്നും പണം വാങ്ങണം എന്നത് ഇവരുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് എപ്പോഴാണോ ഗബ്ബർ സിംഗ് കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ തരുന്നവർക്ക് 5 ലക്ഷം രൂപ റിവാർഡ് നൽകും എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചത്, ഇതിനുശേഷം ആ 3 പേർക്കും ഇൻഫോർമേഷൻ കൊടുക്കുന്നവർക്ക് തന്നെ 5 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത നമ്മൾക്ക് എത്ര കിട്ടും എന്ന് ചിന്തിക്കാനായി തുടങ്ങുന്നു. ഇതിനുശേഷമാണ് ഇവർ ലെറ്റർ എഴുതി ഗബ്ബർ സിംഗിന്റെ വീടിന്റെ വരാന്തയിലേക്ക് ഇടാനായി തുടങ്ങിയത്. കൻഹയുടെ വീട് ഗബ്ബർ സിംഗിന്റെ വീടിന് അടുത്തായതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിൽ നിന്നും ഈസിയായി ഗബ്ബർ സിംഗിന്റെ വീടിന്റെ വരാന്തയിലേക്ക് പേപ്പർ ചുരുട്ടി എറിയാനായി കഴിഞ്ഞിരുന്നു. ഇതിനാലാണ് ഇത്ര പേർ വീടിന് ചുറ്റുമുണ്ടായിട്ടും ആരാണ് ഈ ലെറ്റർ ഇടുന്നത് എന്ന് ഗബ്ബർ സിംഗിന് കണ്ടെത്താനായി കഴിയാതെ പോയത്. ഗബ്ബർ സിംഗിന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ തന്നെയാണോ ഈ ലെറ്റർ അയക്കുന്നത് എന്ന് സംശയം തോന്നി എന്ന് മനസ്സിലാക്കി ഈ 3 പേരും ചേർന്ന് കുൽദീപിനെ മറവ് ചെയ്ത സ്ഥലം പോയി കുഴിച്ച് ആ ക്യാപ്പ് എടുക്കുന്നു. തെളിവിനായി ഈ ക്യാപ്പ് ഗബ്ബർ സിംഗിന് അയച്ചും കൊടുത്തു. ഇങ്ങനെ നടന്ന സംഭവങ്ങൾ മുഴുവനായും അവർ പോലീസിനോട് കൺഫസ് ചെയ്തു. സോ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ചാർജ് ഷീറ്റും ഫയൽ ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തു. കോർട്ടിൽ ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ ജഡ്ജ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. ദേഷ്യവും പകയും വെറുപ്പും വിദ്വേഷവുമെല്ലാം പല സാഹചര്യങ്ങളിലായി മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നവയാണ്. എന്നാൽ ഇത് തീർക്കാനായി ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾക്ക് മുൻപ് ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചാൽ ആ ചിന്ത ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. ഇവിടെ ഗബ്ബർ സിംഗിനോടുള്ള പക ഇല്ലാതാക്കിയത് ഒരു കുഞ്ഞിന്റെ ജീവനാണ്. ഡിയർ വ്യൂവേഴ്സ്, ഈ വീഡിയോയും വീഡിയോയിലെ കണ്ടന്റും നിങ്ങൾക്ക് റീച്ചായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.